നമുക്കറിയാം ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യമൊട്ടാകെ തന്നെ ഉറ്റുനോക്കിയൊരു തിരഞ്ഞെടുപ്പാണ്. വളരെ പ്രാധാന്യമുള്ളൊരു തിരഞ്ഞെടുപ്പാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ BJPയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആശാനാഥ് ഉണ്ട്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഒരു വനിതാ കൗൺസിലറാണ്. ഈ വനിതകൾക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളായിരിക്കും മുന്നോട്ട് വയ്ക്കുക? പ്രോജക്റ്റുകളാണ് ഉദ്ദേശിച്ചത്. ഈ പ്രോജക്റ്റിന്റെ കാര്യത്തിന് കൂടുതൽ ചർച്ചയോട്ട് വന്നിട്ടില്ല. എന്തായാലും സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികൾ, സ്ത്രീ സൗഹൃദ നഗരമായിട്ട് തിരുവനന്തപുരം നഗരത്തെ മാറ്റുന്നതിനായിട്ടുള്ള പദ്ധതികൾ ഒക്കെ തന്നെ കൊണ്ടുവരും. എന്തൊക്കെയാണ് പ്രോജക്റ്റുകൾ എന്നുള്ളത് നമ്മൾ ചർച്ച നടക്കുന്നതേ ഉള്ളൂ. തിരുവനന്തപുരത്ത് നമ്മൾ 45 ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികളുണ്ട്. അതൊക്കെ നമ്മുടെ പാർട്ടിപരമായി ചർച്ച ചെയ്ത് നിങ്ങളോടൊക്കെ തന്നെ അറിയിക്കുന്നതായിരിക്കും. BJPക്ക് ചരിത്ര വിജയമാണ് ഇത്തവണത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. BJPയെ പ്രതിനിധീകരിച്ച് ഇത്തരത്തിലൊരു ചരിത്രത്തിന്റെ ഭാഗമായി തന്നെ BJP അധികാരത്തിലേക്ക് വരുന്നൊരു സമയമാണുള്ളത്. ഒരു വലിയ ചുമതലയല്ലേ കയ്യിലേക്ക് വന്നത്? തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭാരിച്ച ചുമതല തന്നെയാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ചുമതല. അപ്പോൾ ഇത് വളരെ വലിയൊരു ചുമതലയാണ്. അപ്പോൾ അതുകൊണ്ട് തീർത്തും പാർട്ടിയോടൊപ്പം നിന്നിട്ട് പാർട്ടി പറയുന്നതനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ ഒരാളായി ഇറങ്ങി ചെന്ന് വികസന അനന്തപുരിക്ക് വേണ്ടി തന്നെ ശ്രമിക്കും. 3ാം തവണ കൗൺസിലർ ആവുകയാണ്. അത്രയും വർഷങ്ങൾ ജനങ്ങളോടൊപ്പം ചിലവഴിച്ചതാണ്. തിരുവനന്തപുരത്തെ ജനങ്ങൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നു എന്നാണ് തോന്നുന്നത്? തിരുവനന്തപുരം ജനത ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അവർക്ക് അത്യാവശ്യമായിട്ട് നടന്നു പോകേണ്ടതായിട്ടുള്ള റോഡ്, കുടിവെള്ള പ്രശ്നമില്ലാതെ, തെരുവ് നായ്ക്കളുടെ വിഷയം, തെരുവ് വിളക്കിൽ കത്താത്ത, ഇതൊക്കെ തന്നെ ഇതൊക്കെയാണ് തിരുവനന്തപുരത്തെ ജനത അടിസ്ഥാനപരമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് അവരിൽ ഒരാളെ തന്നെ കൂടെ ഉണ്ടാകും. പിന്നെ നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ഒരുപാട് പ്രോജക്റ്റുകൾ ഇവിടെ കൊണ്ടുവരേണ്ടതായിട്ടുള്ള, കേന്ദ്രത്തിൻ്റെതായ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഇവിടെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇതിനൊക്കെ തന്നെ പാർട്ടിയുമായിട്ട് ആലോചിച്ച ശേഷം ഒരുമിച്ച് തീരുമാനമെടുക്കുന്നത്. പാർട്ടിയുമായിട്ട് മാത്രമല്ല, നമ്മുടെ പ്രവർത്തകരുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലർമാരുമായിട്ടും സഹ കൗൺസിലർ 101 കൗൺസിലർമാരുമായിട്ടും തന്നെ ആലോചിച്ച് തീരുമാനമെടുക്കുന്നതായിരിക്കും. ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായി കോർപ്പറേഷന്റെ കഴിഞ്ഞകാല ഭരണത്തിനെതിരെ BJP പലതവണ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ഒരുപാട് നേതാക്കൾ, ഈ സമര പരിപാടിയുടെ ഭാഗമായവർ, പരിചയ സമ്പത്തുള്ളവർ, അവരെയെല്ലാം മാറ്റി നിർത്തിയാണ് ആശാനാഥിനെ ഇത്തരത്തിലുള്ള ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിലെന്താണ് തോന്നുന്നത്? പാർട്ടിയല്ലേ തീരുമാനമെടുത്ത പാർട്ടി തീരുമാനം എല്ലാവരും അംഗീകരിച്ച് തന്നെയാണ്. കാരണം എല്ലാ പേരും ഇത് ഒരാളുടെ ഒരു തീരുമാനമല്ല. പാർട്ടി മൊത്തത്തിൽ സംസ്ഥാന നേതൃത്വം കൗൺസിലർമാരുമായിട്ടും നേതാക്കന്മാരുമായിട്ടും ഒക്കെ തന്നെ ആലോചിച്ച ശേഷം ഓരോരുത്തരുടെയും അഭിപ്രായം അറിഞ്ഞ ശേഷം എടുത്ത തീരുമാനമാണ്. അത് എന്തായാലും എല്ലാ കൗൺസിലേഴ്സുമായാലും പ്രവർത്തകരും ഒക്കെ തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെയാണ് എന്നെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. എന്തായാലും എല്ലാവിധ ആശംസകളും. അതുതന്നെയാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഇത്തവണ നേടിയ ചരിത്ര വിജയം. അതിനുശേഷം വന്ന ആഴ്ചകൾ നീണ്ട ചർച്ചകൾക്കും നീക്കങ്ങൾക്കും ഒടുവിലാണ് ഇത്തരത്തിൽ മേയർ സ്ഥാനാർത്ഥിയെ ഡെപ്യൂട്ടി സ്ഥാനാർത്ഥിയും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്.